ഇന്നിപ്പോൾ UDF-ലെ ന്യൂനപക്ഷ അണികളുടെ ആശങ്കയകറ്റാൻ KPCCയുടെ നിർദ്ദേശപ്രകാരം പാണക്കാട്ടെത്തിയിരുന്നു സന്ദീപ് വാര്യർ. മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. മുൻപുള്ള രാഷ്ട്രീയ വിമർശനങ്ങളിൽ ഹൃദയവേദന ഉണ്ടായവരുടെ തെറ്റിദ്ധാരണ മാറുന്നതിന് ഈ കൂടിക്കാഴ്ച കാരണമാകുമെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. അതേസമയം സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടു. മുൻപുണ്ടായിരുന്ന തങ്ങളെപ്പോലെയല്ല ഇപ്പോഴത്തെ സാദിഖ് അലി തങ്ങളെന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയെ പോലെ പെരുമാറുന്നയാളാണെന്നുമായിരുന്നു വിമർശനം. പിണറായി വിജയൻ ഓന്തിന്റെ പോലെ നിറം മാറുന്ന ആളാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. കോൺഗ്രസിനെതിരെ PFI ബന്ധം ആവർത്തിച്ച് BJPയും രംഗത്തെത്തി. മുബഷീർ P. അക്ബറുണ്ട് വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ നാളെ കഴിഞ്ഞാൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് പാലക്കാട്. അതിന് തൊട്ടു മുൻപും വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് സന്ദീപ് വാര്യർ ഇന്ന് മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ടതു പിന്നാലെ മുഖ്യമന്ത്രി നടത്തിയ വിമർശനം തന്നെയാണ്. പൊതുവെ ലീഗിനെ കടന്നാക്രമിക്കുന്ന ഒരു നിലപാട് അടുത്തൊന്നും എടുത്തിരുന്നില്ല മുഖ്യമന്ത്രി. പക്ഷേ സാദിഖ് അലി ശിഹാബ് തങ്ങളെ തന്നെയാണ് ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. വിനീത വേണു, ഇന്ന് രാവിലെ 8:30 പാണക്കാട് എത്തിച്ചേർന്ന സന്ദീപ് വാര്യർക്ക് വലിയ സ്വീകരണമാണ് മുസ്ലിം ലീഗ് നേതാക്കൾ നൽകിയത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, രാജ്യസഭാ MP ഹാരിസ് പീരൻ, അതുപോലെ തന്നെ MLA-മാരായിട്ടുള്ള N ഷംസുദ്ദീൻ, നജീബ് കാന്തപുരം എന്നിവർ പാണക്കാട്ടെ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. മാധ്യമങ്ങൾക്ക് മുമ്പിൽ ചിരിച്ചുകൊണ്ട് സംസാരിച്ച സന്ദീപ് വാര്യർ പിന്നീട് മാധ്യമങ്ങളെ കണ്ട സമയത്ത് പാണക്കാട് കുടുംബത്തെക്കുറിച്ച് തനിക്ക് നേരത്തെ അറിയാമെന്നും പലതരത്തിലുള്ള വിഷയങ്ങളിൽ മലപ്പുറത്തിൻ്റെ പൈതൃകം ഉൾപ്പെടെ നിലനിർത്തുന്ന കൊടപ്പനക്കൽ തറവാടാണെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കുകയുണ്ടായി. നേരത്തെ താൻ നടത്തിയ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, വിമർശനങ്ങളിലൊക്കെ തന്നെ ഈ ഒരു സന്ദർശനത്തോടു കൂടി ലീഗ് അണികളിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ഒരു വൈരുദ്ധ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു അറുതി വരുത്താൻ ഈ ഒരു സന്ദർശനം കാരണമായി എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ വിലയിരുത്തൽ. കോൺഗ്രസിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് സന്ദീപ് വാര്യരുടെ വരവോടുകൂടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ സന്ദർശനത്തിന് ശേഷം PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചിരിക്കുന്നത്. സമാനമായൊരു അഭിപ്രായം സാദിഖ് അലി ശിഹാബ് തങ്ങളും പങ്കുവയ്ക്കുകയുണ്ടായി. നേരത്തെ മുസ്ലിം ലീഗിനെതിരെ ഉൾപ്പെടെ ന്യൂനപക്ഷ വിഷയങ്ങൾ ഉൾപ്പെടെ ആ നിലയിൽ തന്നെ ലീഗ് നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്ന സന്ദീപ് വാര്യരുടെ പാണക്കാട്ടെ സന്ദർശനം വലിയ ആവേശം UDF ക്യാമ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള പൊതുവെയുള്ള വിലയിരുത്തൽ. KPCCയുടെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു സന്ദീപ് വാര്യർ ഇന്ന് പാണക്കാട് എത്തിച്ചേർന്നത്. ആ ഒരു സന്ദർശനത്തിന് ശേഷം അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ഒരു സ്വകാര്യ പരിപാടിയിലും പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി. വിനിത.